ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. ഫിലിപ്പോസ് ഈ തെരുവെഴുത്തുകളെ ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഫിലിപ്പോസ് ഈ തെരുവെഴുത്ത് ആധാരമാക്കി എത്യോപ്യയിലെ ഷണ്ണനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം മതങ്ങളും സുവിശേഷവും. മതങ്ങളും സുവിശേഷവും. വിവിധ മതങ്ങളുടെ വിശ്വാസങ്ങളുടെ നടുവിൽ നമ്മൾ ജീവിക്കുന്നു. ഇന്നത്തെ ഒരു പ്രത്യേക ചിന്തയെന്ന് പറയുന്നത് എല്ലാ മതവും ഒന്ന് തന്നെ. അവരവരുടെ മതങ്ങൾ അവരവർക്ക് ഏറ്റവും വലുതാണ്. അതുകൊണ്ട് എല്ലാ മതവിശ്വാസങ്ങളെയും അംഗീകരിക്കുക. പിന്നെ സർവമത സമ്മേളനങ്ങളും സർവമത പ്രാർത്ഥനകളും നടക്കും. നമുക്കറിയാം, വയനാട്ടിൽ വലിയ ദുരന്തം ഉണ്ടായി. ഒരുപാട് പേരുടെ ബോഡി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരേത് മതത്തിൽ വിശ്വസിച്ചവരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കാരണം ബോഡികൾ പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ട് നമുക്കറിയാം അവർക്ക് വേണ്ടി സർവമത പ്രാർത്ഥന നടത്തി. അപ്പോൾ ഏത് വിശ്വാസത്തിലാണോ അവരങ്ങ് ആത്മശാന്തി അവർക്ക് ലഭിക്കുമെന്നുള്ള ചിന്തയിലാണ് അങ്ങനെയുള്ള പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായ യെരുശലേമിൽ പോയിട്ട് വരികയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായ യെരുശലേമിൽ ആരാധനയ്ക്കായിട്ടാണ് പോയത്. ഭാവം വായിക്കുമ്പോൾ 26-ാമത്തെ വാക്യം മുതൽ, അപ്പോസ്തല പ്രവർത്തികൾ 8:26 മുതൽ. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗാസയ്ക്കുള്ള നിർജ്ജന പ്രദേശമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ. ഇപ്പോൾ ദൈവത്തിൻ്റെ ആലയമായ യെരുശലേമിൽ പോയി ആരാധന കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ടൈം പാസിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കൂടെ താൻ അവിടുന്ന് വാങ്ങി തേരിലിരുന്നത് വായിക്കുകയാണ്. ആ വായിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ വായിച്ചു. ഉറക്കെ വായിച്ചതുകൊണ്ടാണ് തേരിനോട് അടുത്ത് ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. ഫിലിപ്പോസ് പോയപ്പോൾ കേട്ടു. ചിലർ വാ തുറക്കൂലല്ലോ അല്ലേ? പക്ഷെ ഇത് നല്ലൊരു മനുഷ്യനാണ്. വായിക്കുന്നത് ഉറച്ച് വായിച്ചു. മറ്റൊരാൾ കേട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഉറച്ച് വായിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നത് അല്ലേ? നമ്മൾ നോക്കി പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല ചിന്തകളും നമ്മുടെ ഉള്ളിൽ വരാം. അപ്പോൾ ഉറക്കെ വായിക്കുന്നത് ഫിലിപ്പോസ് കേട്ടു. വായിക്കുന്നത് കേട്ടു. എന്നിട്ട് ഫിലിപ്പോസ് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? 30-ാം വാക്യം. അപ്പോൾ തിരിച്ചു പറയുകയാണ്, ഇത്രയും വലിയൊരു മനുഷ്യൻ, മഹാനായ ഒരു, ഇന്നത്തെ ഭാഷ പറഞ്ഞ VIP ആണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ലളിതമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭാഗങ്ങളിലൂടെ. ഒരുത്തൻ പൊരുൾ ധരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് VIP വേഷത്തിലൊന്നും അല്ല, ഏറിൻ്റെ കൂടെ ഓടിയ ഒരാളാണ് അല്ലേ? ഇത്രയും വലിയൊരു VIP പറയാണ്, എന്നോടൊപ്പം ഒന്ന് ഇരുന്ന് ഇതൊന്ന് മനസ്സിലാക്കി തരണം. യെശയ്യാ 53-ന്റെ ചില ഭാഗങ്ങളാണ് താൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇത് പ്രവാചകൻ തന്നെക്കുറിച്ച് പറയുന്നുവോ
അതോ മറ്റൊരുതിനെ കുറിച്ചോ എന്ന് ഫിലിപ്പോസിനോട് ഷണ്ണൻ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവിടെ വെച്ച് അവൻ മതവിശ്വാസത്തിൽ നിന്നും സുവിശേഷത്തെ വിശ്വസിക്കുന്നവനായി മാറി. യേശുക്രിസ്തുവിനെ വാസ്തവമായി ദൈവപുത്രനായ ക്രിസ്തു എന്നവൻ ഹൃദയപൂർവ്വം വിശ്വസിച്ചു. കാരണം എടുത്തു ചോദിക്കുകയാണ്. സ്നാനപ്പെടാനായിട്ട് ഷണ്ണനാണ് ആവശ്യപ്പെടുന്നത്, എന്നെ സ്നാനപ്പെടുത്തണമെന്ന്. അപ്പോൾ ഫിലിപ്പോസ് വീണ്ടും ചോദിക്കുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. യേശുക്രിസ്തു ദൈവപുത്രൻ, യേശുക്രിസ്തു ദൈവം മനുഷ്യനായി വന്നവൻ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഫിലിപ്പോസ് അവനെ സ്നാനം കഴിപ്പിക്കുന്നു. സ്നാനം കഴിച്ച് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ കൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. ഷണ്ണൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. സുവിശേഷം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി സുവിശേഷം ഒരു ട്രാൻസെൻഡിൻ്റെ ജീവിതത്തെ ഇവിടെ മാറ്റം വരുത്തുകയാണ്. ഇന്നത്തെ അതല്ലേ ട്രാൻസെൻഡ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ജനത്തിനും ഈ സുവിശേഷം ആവശ്യമാണ്. അപ്പോൾ മതങ്ങളും സുവിശേഷവും. ഇപ്പൊ ക്രിസ്തു മതം ഉൾപ്പെടെ ആണ് ഞാൻ മതം എന്ന് പറയുന്നത്. ക്രിസ്തു മതമായിപ്പോയി. ക്രിസ്തു മതമല്ല, യഥാർത്ഥത്തിൽ മാർഗമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം കർത്താവ് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് കർത്താവ് പോലും പറഞ്ഞത്. നമ്മൾ അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി, പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടി എന്നൊക്കെ ചോദിക്കുന്ന നിലയിൽ കാര്യങ്ങളെല്ലാം വഷളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ വല്ലാത്ത പ്രാർത്ഥനയുണ്ട്, ഉപായരൂപേണയുള്ള ദീർഘമായ പ്രാർത്ഥനകളുണ്ട്. പക്ഷെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരായി തീരണം. അങ്ങനെ ഒരു പദപ്രയോഗം നമ്മൾ തീത്തോസിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതുമ്പോൾ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കാം. ഇന്നെല്ലാം കഥകളാണ്. ഒരു പ്രസംഗിക്കുമ്പോൾ അവസാനമോ ആരംഭത്തിലോ ഒരു കഥ പറഞ്ഞ് പരിപാടികൾ പോകത്തുള്ളൂ. ഇപ്പൊ കഥ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാലമല്ല, സത്യം പറയേണ്ട സമയമാണ്. ദൈവത്തിന്റെ സത്യം പറയേണ്ട സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം. മതങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നത് മതങ്ങളെല്ലാം വിശാല വഴികളെന്നാണ്. യേശു വന്നിട്ട് വഴിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്, അതിൽ കൂടി കടക്കുന്നവർ അനേകർ. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അത് കണ്ടെത്തേണ്ടതാണ്. വിശാല വഴി കണ്ടെത്തേണ്ട ആവശ്യമില്ല. വിശാലമായി കിടക്കും, ഇത് തന്നെ വഴി. അതിലൂടെ അനേകർ പോകും. അവിടെ ആരും നിയന്ത്രിക്കാനില്ല. സ്വന്തം ഇഷ്ടം പോലെ പോകാം ആ വഴിയിൽ. മതങ്ങളെല്ലാം അതാണ്.
അവരവരുടെ വിശ്വാസം അനുസരിച്ച് സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല, ഒരു നിയമാവലിയൊന്നുമില്ല, ചട്ടങ്ങളില്ല. പക്ഷെ ഇടുക്ക് വഴി, ഇടുക്ക് വാതിൽ അത് കണ്ടെത്തുന്ന ഒരു ചുരുക്കമാണ്, ഞെരുക്കമുള്ള ഒരു വഴിയാണ്. പക്ഷെ അതിൻ്റെ അവസാനം ഇടുക്കുവാതിൽ, ഇടുക്കുവാതിലൂടെ കടപ്പീൻ, അത് കണ്ടെത്തുന്നവർ ചുരുക്കം. വഴി വിശാലവും ആണ്. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതാണ്, വഴി ഞെരുക്കമുള്ളതാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അപ്പോൾ ഈ വഴി, യേശു കർത്താവ് വഴിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ വഴി വിട്ടു പോയപ്പോൾ പ്രവാചകന്മാരിലൂടെ ആവർത്തിച്ച് സംസാരിച്ച ചില ഭാഗങ്ങളുണ്ട്. എല്ലാം നമ്മൾ എടുക്കുന്നില്ല, 2-3 വാക്യങ്ങൾ. യെരമ്യാ പ്രവചനം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യെരമ്യാ പ്രവചനം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ ഗ്രഹമേ, ദൈവജനത്തോടാണ് സംസാരിക്കുന്നത്. ഇസ്രായേൽ ഗ്രഹമേ, യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പീൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്. പഠിക്കാൻ പോയാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം അത് പാരലലാണ്. അവിടെയും തൃത്വമുണ്ട്, അവിടെയും ആത്മാവുണ്ട്, അവിടെയും പരരക്ഷ, ദേഹരക്ഷ, ധനരക്ഷ, അതെല്ലാം അവിടെയും ഉണ്ട്. ആത്മരക്ഷ മാത്രമേ ഉള്ളൂ അവിടെ ഇല്ലാതുള്ളൂ. ജാതികളുടെ വഴി പഠിക്കരുത്. ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. രാഹുകാലം, മുഹൂർത്തം ഇവയൊന്നും നോക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ചിങ്ങമാസം വന്നു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കണ്ട പോകലാണ് അല്ലേ? നല്ല മാസം, 1-ാം തീയതി. അതുകൊണ്ട് ജനുവരി 1 നല്ലതെന്നല്ല ഞാൻ പറയും, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയ കലണ്ടറാണ്. ആവർത്തന പുസ്തകം 4-19 വായിക്കുമ്പോൾ ഇസ്രായേൽ ജനതയോട് ദൈവം മോശെ മുഖാന്തരം അരുളി ചെയ്യുന്നത്, ആവർത്തനം 4-19, നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ സേവിപ്പാനോ, അവയെ നമസ്കരിപ്പാനോ, അവയെ സേവിപ്പാനോ സ്വാധീനിക്കപ്പെടരുത്, വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ കർത്താവ് ആകാശത്തിന് കീഴിൽ നിന്നുമുള്ള ജാതികൾക്ക് പങ്കിട്ടിരിക്കുന്നു. ജാതികൾ നോക്കട്ടെ, സൂര്യനും ചന്ദ്രന്റെയും എല്ലാം സമയം അനുസരിച്ച്. ജ്യോതിഷം അതൊരു വലിയൊരു ശാസ്ത്രമാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഇവയാണെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയും. അപ്പോൾ എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു. നാം മരിച്ചവരായിരുന്നു, ആത്മാവിൽ മരിച്ചവരായിരുന്നു. ശരീരത്തിൽ നമുക്ക് ജീവൻ ഉണ്ടായിരുന്നു, പക്ഷെ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയത്തക്കവണ്ണം നമ്മുടെ ആത്മീക ഇന്ദ്രിയങ്ങളെല്ലാം ഡെഡായിരുന്നു. കർത്താവ് അവിടെ ജീവനെ നൽകി, ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ എന്ന് പറഞ്ഞാൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അതിന്റെ ബാഹ്യമായ ലക്ഷണമാണ് അടുത്ത വാക്യം. നാം എല്ലാവരും
മുമ്പേ നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതൊക്കെയും ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ പ്രകൃതിയാൽ ദൈവകോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം നമ്മെ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. ആ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു, മരണത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. നമ്മൾ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സൃഷ്ടാവിലാണ് നാം വിശ്വസിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നന്നായി മനസ്സിലാക്കണം. മനുഷ്യന് വന്നുപോയ വലിയ അബദ്ധം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തിന്റെ സത്യത്തെ മനുഷ്യൻ വ്യാജമാക്കി മാറ്റി. നമ്മളെ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. റോമർക്ക് ലേഖനം 1-ാം അധ്യായം 23 മുതൽ. ദൈവം എന്ന് പറയുന്നത് അക്ഷയനാണ്, തേജോമയനാണ്. ദൈവത്തിന്റെ ചിത്രമോ രൂപമോ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലൊക്കെ യേശുവിൻ്റെ എന്ന് പറഞ്ഞൊരു പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒറിജിനൽ യേശു അതല്ല. അത് LKG UKG നിലവാരത്തിൽ നമുക്കത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് മനസ്സിലാവും, പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. ഒറിജിനൽ യേശുവിനെ ഒരിക്കൽ 3 ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് നമുക്കറിയാം. ഉയർന്ന ഒരു മലയെ കൊണ്ടുപോയി പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൊണ്ടുപോയിട്ട് അവിടെ യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, മത്തായി എഴുതിയ സുവിശേഷത്തിലുമുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ. കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചുകൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട്, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. താൻ എന്ത് പറയുന്നു എന്ന് അവൻ അറിഞ്ഞില്ല. അവർ ഭയപരവശരായിരുന്നു. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേൻ. വേഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. മറ്റാരെയും കണ്ടില്ല. ഇനി മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 17-5 കൂടെ വായിക്കാം. ആ ചരിത്രം മുഴുവൻ അവിടെയും ഉണ്ട്, എങ്കിലും 5-ാം വാക്യം മാത്രം. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്ങൾ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുക്കീനെന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടു. അപ്പൊ അതിന്റെ മുകളിലത്തെ വാക്യത്തിൽ യേശുവിന്റെ മുഖം അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അപ്പൊ അങ്ങനെ ഒരു പടം വരയ്ക്കാൻ പറ്റുമോ? ചുമ്മാക്ക് ഒരു കൊടുക്കാനേ പറ്റുമല്ലേ? അപ്പോ യേശുവിന്റെ ഒറിജിനൽ ആളത്വം. അപ്പൊ അതാണ് റോമർ 1:23 നമ്മൾ വായിക്കുന്നത്. അക്ഷയനും തേജോമയനും അക്ഷയനുമായ ദൈവം, ആ ദൈവത്തെ എന്തു ചെയ്തു? മനുഷ്യൻ, ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഏഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി മാറ്റി. ഇപ്പൊ ഇതിന്റെ സാദൃശ്യം വെച്ച് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അക്ഷയനായ തേജോമയനായ ദൈവത്തെ മാറ്റിയിട്ട് ദൈവത്തെ വേറെ രൂപങ്ങളിലാക്കി. ഇനി അടുത്ത താഴോട്ട് വായിക്കാം. അതുകൊണ്ട് ദൈവം അവരെ അവരുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന്
അശുദ്ധിയിലേൽപ്പിച്ചു. ഇന്ന് അശുദ്ധി അങ്ങ് അതിന്റെ ക്ലൈമാക്സിൽ നിൽക്കുകയാണ്. ഇന്ന് അശുദ്ധി എന്ന് പറയാനില്ല. വിശുദ്ധി എന്ന് പറയുന്നവനാണ് കുഴപ്പം, അല്ലേ? വിശുദ്ധനായിരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് തന്നെടാ, വിശ്വാസിയായിരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് ഈ വിശുദ്ധനായിരിക്കണമെന്ന് പറയുന്നത്. വിശുദ്ധനായിരിക്കണം. വിശ്വാസിയായോ എന്നല്ല പ്രശ്നം, വിശുദ്ധനാണോ എന്നുള്ളതാണ് പ്രശ്നം. അതെ, അശുദ്ധി കേൾപ്പിച്ചു, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ഇത് വളരെ കാതലായ ചില കാര്യങ്ങളാണ്. മനുഷ്യൻ ഇന്ന് സൃഷ്ടാവിനേക്കാളും സൃഷ്ടിക്ക് പ്രാധാന്യം നൽകുന്നു, അതിനെ ആരാധിക്കുന്നു. ദൈവത്തിന്റെ വഴി അറിയാൻ മനസ്സില്ല, ദൈവത്തിന്റെ സത്യം അറിയാൻ മനസ്സില്ല. ദൈവത്തിന്റെ സത്യം പറഞ്ഞാൽ ആളുകൾ അസ്വസ്ഥരാകുമെന്ന് ചിലർ കരുതുന്നു. എഫേസ്യർക്ക് എഴുതുമ്പോൾ വീണ്ടും 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കാരണം നമുക്ക് എഫെസോസിലെ ഒരു വലിയൊരു ക്ഷേത്രമുണ്ട്, അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രമാണ്. അപ്പോസ്തലൻ അവിടെ ചെന്ന് ശുശ്രൂഷ അർപ്പിക്കുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ജസ്റ്റ് ഒന്ന് അത് നോക്കാം, അല്ലേ? അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 23-ാമത്തെ വാക്യം മുതൽ, അപ്പോസ്തല പ്രവൃത്തികൾ 19:23. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി, ഏതാണ് മാർഗം? വഴി, ക്രിസ്തു മാർഗം. ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്തു മതമല്ല, ക്രിസ്തു മാർഗം. ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ദെമത്രിയോസ് എന്ന് തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും എല്ലാം കൂട്ടിവരുത്തി, പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ, ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിച്ചു പോകണമെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ആകയാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനത്തെ സമ്മതിച്ച് മറിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടും കേട്ടിരിക്കുന്നല്ലോ. അതിനാൽ നമ്മുടെ കാര്യത്തിൽ ആക്ഷേപം ആകുവാൻ അടുത്തിരിക്കുന്നതല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവരുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ സത്യം അറിയുമ്പോൾ ഇതൊക്കെ ഒടുങ്ങില്ല. സത്യസുവിശേഷം പറയുമ്പോൾ ഇതൊക്കെ ഒടുങ്ങും, അത് അവർക്കറിയാം. ചിലടത്തൊക്കെ പറയില്ല, ഇവിടെ പാട്ടും പ്രാർത്ഥനയും നടത്തരുത്, ഇവിടെ ഇരുന്ന ഇറങ്ങിപ്പോയെന്നൊക്കെ പറയും. അതൊക്കെ ഒരു തരത്തില് സത്യമാണ്. അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫേസ്യരുടെ അർത്തമീസ് ദേവി മഹാദേവി എന്ന് ആർത്തു. വലിയ പ്രശ്നം ഉണ്ടായി. നമ്മൾ അതിന്റെ താഴോട്ടെല്ലാം വായിക്കണം. പക്ഷെ പിന്നീട് അവിടുത്തെ മേയർ വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഈ അവിടെ വലിയ അത്ഭുതങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണ് 35 മുതൽ. പിന്നെ പട്ടണമേനവൻ, അതിനാണ് ഞാൻ മേയർ എന്ന് പറഞ്ഞിട്ട്, പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്, എഫേസ്യ പുരുഷന്മാരെ, എഫെസോസ് പട്ടണം അർത്തമീസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും, ദ്യോവ് എന്ന് പറയുന്ന ആകാശത്തിൽ നിന്ന് അവിടെ ഒരു ബിംബം വീണെന്നാണ്. ഈ ചിലരെ പറയുമല്ലോ, അവിടെ ആറ്റിൽ നിന്ന് ഒരു വിഗ്രഹം കണ്ടെടുത്തു എന്ന്, വല്ലവരും കൊണ്ട് കളഞ്ഞതായിരിക്കും, മനസ്സിലായി. അപ്പൊ ദ്യോവിൽ നിന്ന്, ആകാശത്ത് നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്നറിയാത്ത മനുഷ്യനാർ, ഇത് എതിർമൊഴിയില്ലാത്തതാകയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങി പാർക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ കാര്യം അറിയാം, അതുകൊണ്ട് ഇതിലൊന്നും നിങ്ങൾ പെട്ടെന്ന് ഇളകരുതെന്ന് മേയർ പറഞ്ഞു. എന്നിട്ട് പറയാൻ, ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ, അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല. എന്നാൽ ദെമത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവന്റെ നേരെ സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്, ദേശാധിപതികളും നമുക്കുണ്ട്, തമ്മിൽ വ്യവഹരിക്കട്ടെ. അവർ കേസിന് പോയിട്ട് അടുത്ത്
വേറെ കാര്യം ചൊല്ലി ആകുന്ന വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാം. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലാകിയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട് എന്ന് സ്പഷ്ടം. ഇന്നത്തേന് പ്രത്യേക കാരണമില്ല, കാരണം ഇവരുടെ വേറെ ഒന്നും അവിടെ അടിച്ചുടച്ചൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് അവർ സഭയെ പിരിച്ചുവിട്ടു. അപ്പോൾ ഇവിടെയാണ്, അവിടെയുള്ള സഭയ്ക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ടൊരു വാക്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 17 മുതൽ. ഹല്ലേലൂയ. എഫേസ്യർ 4:17 മുതൽ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നതെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് ജീവിക്കുന്നത് പോലെ നിങ്ങൾ ഇനി ജീവിക്കരുത്. അവർ അന്ധബുദ്ധികളായി, അന്ധവിശ്വാസം, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു, മനം തഴമ്പിച്ചു പോയവരാകെ. സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജീവനാണ്, അത് ദൈവത്തിന്റെ ശക്തിയാണ്. അതാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കായി ദൈവശക്തിയല്ലോ. ഇവർ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു, ഹൃദയത്തെ കഠിനപ്പെടുത്തി അന്ധബുദ്ധികളായി മാറി. അടുത്ത് ജീവനിൽ നിന്ന് അകന്ന് അതുകൊണ്ട് സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവന്റെ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. അപ്പോ പഠിച്ചതേ പാടും, പഠിപ്പിച്ചില്ലെങ്കിൽ എല്ലാം ഒന്ന് തന്നെ. പലരും പല പേരിൽ വിളിക്കണമെന്നേ ഉള്ളൂ, എല്ലാം ഒന്ന് തന്നെ. ഇരുട്ടും വെളിച്ചവും ഒന്നാകത്തില്ല, സത്യവും ഭോഷ്കും ഒന്നാകത്തില്ല. ഇനി അടുത്ത താഴോട്ട് വായിക്കുക. ഇങ്ങനെ വായിക്കുമ്പോൾ അതിന്റെ മഹത്വം, അതിലുള്ള ഒരു ജീവൻ നമ്മൾ മനസ്സിലാവും. മുമ്പിലത്തെ നിങ്ങളുടെ ജീവിത രീതി ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളി. പുതിയത് പുതുമനുഷ്യനെ ധരിക്കണം. സത്യത്തിലും നീതിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളി. മുമ്പിലത്തെ ചതി മോഹങ്ങളാൽ വഷളായി പോകുന്ന ആ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഗെറ്റ് ഔട്ട്. ഇത് പഴയതും പുതിയതും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. പഴയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ വെച്ചാൽ തുരുത്തി ഒളിഞ്ഞു പോകും. പഴയ നിയമവും പുതിയ നിയമവും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പഴയ വിശ്വാസവും പുതിയ വിശ്വാസവും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സത്യവിശ്വാസം, അതാണ് ഭക്തന്മാർ അന്ന് മിഷണറിമാരുടെ അവരുടെ മുറി ഇംഗ്ലീഷിലും മുറി മലയാളത്തിലും ഒക്കെ പറഞ്ഞ സുവിശേഷം കേട്ടപ്പോൾ അന്ന് അവർ എഴുതിയ പാട്ടാണ്. സത്യവിശ്വാസത്തെ കാത്തിടുവാൻ നിത്യം നിൻ കീർത്തിയെ പാടിടുവാൻ ഭൃത്യന്മാരിൽ കൃപ തന്നിടുക, നീയല്ലാതാരുമില്ല യേശുനാഥ, ഞങ്ങൾക്കു നീയല്ല ആരുമില്ല യേശുനാഥ, നീയല്ലാതാരുമില്ല. അറിവാൻ സ്വർഗപിതാവിനെയും ഭാവിപ്പാൻ വിശുദ്ധാത്മാവിനെയും വേറൊരു വഴിയോ ഇല്ല നാഥ, നീയല്ല ആരുമില്ല യേശുനാഥ, ഞങ്ങൾക്കു നീയല്ല ആരുമില്ല യേശുനാഥ, നീയല്ല
നീയല്ല ആരുമില്ല. കഴിയുന്നിടത്തോളം ഈ ട്യൂൺ തന്നെ നമ്മൾ പാടുമ്പോൾ പാടണം. ഇപ്പൊ അതിന്റെ പുതിയ ട്യൂൺ നമുക്കറിയാമല്ലോ അല്ലേ? സ്നേഹത്തിനിടയനാം യേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. കേൾക്കാൻ കൊള്ളാം. പക്ഷെ അതിൻ്റെ ആ ഒരു ഡിവോഷണൽ ഉള്ളത്തെ സ്പർശിക്കുന്ന ഒരു ട്യൂണാണ് ആ പഴയ ട്യൂൺ. അപ്പോൾ ദൈവത്തിൻ്റെ വഴി, മുമ്പിൽ ഒരുപാട് വഴികൾ. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വഴി ഉപേക്ഷിച്ചു, പ്രവാചകനിലൂടെ സംസാരിച്ചു. ജാതികളുടെ വഴി, ജാതികളുടെ വ്യർത്ഥബുദ്ധി. ഇനി ദൈവജനത്തിന് വന്ന ദോഷത്തെക്കുറിച്ച് പ്രവാചകനോട് സംസാരിച്ച നമ്മൾ ഭാഗം ശ്രദ്ധിക്കാൻ പോവുകയാണ്. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 8 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. യെരമ്യാ പ്രവചനം. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. കാരണം അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതങ്ങ് വായിച്ചാൽ മതി. പിന്നെ എല്ലാവരും വിശ്വാസമല്ലേ, ദൈവം അവിടെ കാണുമായിരിക്കും. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. ലവോദിക്ക സഭയ്ക്ക് വന്നുപോയത് അതാണ്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഒന്നിനും മുട്ടില്ല. പക്ഷേ സഭയുടെ നാഥനും കർത്താവുമായവൻ പറയുന്നു, നീ കുരുടനാണ്, നീ നഗ്നനാണ്, നീ നിർഭാഗ്യവാനാണ്, നീ അശുദ്ധനാണ്, നീ അത് അറിയുന്നില്ല. നീ വിചാരിക്കുന്ന ഞാൻ അകത്തുണ്ടെന്നാണ്, ഞാൻ വെളിയിലാണ്. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവ് വെളിയിൽ, കർത്താവ് വെളിയിൽ. അത് കാണാനുള്ള കണ്ണില്ല, അത് കേൾക്കാനുള്ള ചെവിയില്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ദൈവം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും അന്വേഷിക്കുന്നില്ല. കുറെ ആക്ഷൻസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതാണ് ഈ ആംഗ്ലിക്കൻ ട്രഡീഷനിലൊക്കെ വരുമ്പോൾ ഭയങ്കര ആക്ഷനുകളൊക്കെ കാണും അല്ലേ? ഇപ്പോൾ ഞാൻ സിറ്റിയിൽ തന്നെ ഒരു ചർച്ചിൽ പോയപ്പോൾ പുൽപിറ്റിൻ്റെ അവിടെ വന്നിട്ട് ഫ്രണ്ടിൽ അവിടെ ദൈവം ഇരിക്കുകയാണ്, ഇങ്ങനെ ഒന്ന് കുനിയാണ്. ദൈവം അവിടെയാണ് ഇരിക്കുന്നത്. എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മൾ കൂടി വരുന്നത് അവന്റെ നാമത്തിലാണ്, അവന്റെ സന്നിധിയിലല്ല. ഈ വാക്കുകളൊക്കെ വന്ന് ആകെ കുഴപ്പിച്ചു. കാരണം മതങ്ങളിലെല്ലാം ദൈവം ഇരിക്കുന്നിടത്ത് പോയി ദൈവത്തെ കാണണം. നിന്റെ സന്നിധി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. പക്ഷെ ക്രിസ്തു മാർഗത്തിൽ എന്റെ നാമത്തിൽ നിങ്ങൾ കൂടി വരുന്നിടത്തൊക്കെ, ആ വാക്കിന്റെ പ്രത്യേകത മനസ്സിലായില്ലേ? നമ്മൾ സന്നിധിയിലല്ല വന്നത്, കർത്താവിന്റെ നാമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അതെവിടെ കൂടിയാലും, രഹസ്യ അറയിൽ കൂടിയാലും, അത് തൊഴുത്തിൽ കൂടിയാലും, അതെ ചൈനയിലൊക്കെ പന്നിക്കൂട്ടിന്റെ ഉള്ളിലൊക്കെയാണ് രഹസ്യ ക്രിസ്ത്യാനികൾ കൂടിയിരുന്ന് ആരാധിക്കുന്നത്. ഗവൺമെന്റ് തലത്തിലുള്ളതിന് കുഴപ്പമില്ല, റഷ്യയിലൊക്കെ അതവിടെ പരിപാടി അനുസരിച്ച് പൊയ്ക്കോളും. പക്ഷേ സത്യം അറിഞ്ഞ് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർക്ക് അവിടെ വിലക്കാണ്. ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് ആരാധിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അവിടെ മാനസാന്തരപ്പെടണമെന്ന് പറയില്ല, രക്ഷിക്കപ്പെടണമെന്ന് പറയില്ല, പരിശുദ്ധാത്മാവരക്ഷം പ്രാപിക്കണമെന്ന് പറയില്ല, സ്വർഗമുണ്ടെന്ന് പറയില്ല, നരകമുണ്ടെന്ന് പറയില്ല. ആരാധന നടത്തിവിടും. പ്രിന്റഡ് ആയിട്ടുള്ളത് മാത്രം വായിച്ചു വിടണം, ആരെയും വേദനിപ്പിക്കില്ല. ഇതാണ് സാത്താന്റെ വലിയ തന്ത്രം. അപ്പോ യഹോവയുടെ പുരോഹിതന്മാർ വായിക്കാം. അന്വേഷിച്ചില്ല. ന്യായപ്രമാണജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ തിയോളജിയൻസ്. തിയോളജിയൻസ് എന്നെ അറിഞ്ഞില്ല. വേദശാസ്ത്രജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല. വേദശാസ്ത്രജ്ഞന് പൗലോസ് എവിടെ വെച്ചാണ് എഴുതിയത്, അതിന്റെ സ്വാധീനം എവിടെ നിന്നാണ് ഉണ്ടായത് അല്ലേ, അതൊക്കെ അറിയാവൂ. ന്യായജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, വേറെ ആത്മാവിൽ, ബാലിന്റെ ആത്മാവിൽ പ്രവാചകന്മാർ പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവരോട് ചേർന്ന് നടന്നു. എന്നുവെച്ചാൽ ആത്മീകമായി പ്രയോജനമില്ല, ഭൗതികമായി വലിയ നേട്ടമാണ്. നീ എന്റെ കൂടെ നടന്ന അതുകൊണ്ട് ഞാൻ ഇനിയും നിന്നോട് വ്യവഹരിക്കും, നിങ്ങളുടെ മക്കളുടെ മക്കളോടും ഞാൻ വ്യവഹരിക്കും. തലമുറയിലേക്ക് പോകുമെന്നാണ് കർത്താവ് പറയുന്നത്.
നിങ്ങൾ കിത്തിയരുടെ ദ്വീപുകളിലേക്ക് കടന്നു ചെന്ന് നോക്കുകയും ആ കേദാരിലേക്ക് ആളയച്ച് നല്ലവണ്ണം അന്വേഷിപ്പിൻ. ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയും ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവ ദേവന്മാരല്ലതാനും, യഥാർത്ഥത്തിൽ അവർ ദേവന്മാരല്ലതാനും. എന്നാൽ എന്റെ ജനം തന്റെ മഹത്വം ആയവനെ പ്രയോജനമില്ലാത്തവയോട് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. പ്രയോജനമില്ലാത്തവയെ ചേർത്തു, ഇതിനങ്ങ് മാറ്റി. എന്റെ ജനം എന്നത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത പ്രയോഗമാണ്. മൈ പീപ്പിൾ, എന്റെ ജനം, ദൈവജനം പ്രയോജനമില്ലാത്തവയെ ചേർത്തിട്ട് എന്നെ മാറ്റിക്കളഞ്ഞു. അടുത്ത് ആകാശമേ ഇതിങ്കൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോവുക എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെയാണ് ദൈവം പ്രവൃത്തിയോട് പറയുന്നത്. ആകാശമേ ഇതിങ്കൽ വിസ്മയിച്ച് സ്തംഭിച്ച് പോവുകയെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ജനം രണ്ട് ദോഷം ചെയ്തു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇസ്രായേൽ ദാസനാണോ? വീട്ടിൽ പറഞ്ഞ അടിമയാണോ? അവൻ കവർച്ചയായി തീർന്നിരിക്കുന്നത്. ആ പ്രയോഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ചിലർക്ക് അടിമകളായി മാറിയിരിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യമില്ല. എന്റെ ജനം അടിമയാണോ? എന്റെ ജനം എന്തുകൊണ്ട് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? ജീവജലത്തിന്റെ ഉറവയെ ഉപേക്ഷിച്ചു, പൊട്ടക്കിണറുകളെ കുഴിച്ചു. ഇനി ബാലസിംഹങ്ങൾ അവന്റെ നേരെ അലറി നാദം കേൾപ്പിച്ചു. അവന്റെ ദേശത്തെ ശൂന്യമാക്കി. അവന്റെ പട്ടണങ്ങൾ വെന്ത് നിവാസികൾ ഇല്ലാതെയായിരിക്കുന്നു. നോഫിലും തക്പന്യേസിലും നിന്റെ നെറുകയെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. 19 ഇല്ല, 17. നിന്റെ ദൈവമായ യഹോവ നിന്നെ വഴി നടത്തിയപ്പോൾ അവനെ ഉപേക്ഷിക്കൊണ്ടല്ലയോ നീ ഇത് സമ്പാദിച്ചു. കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവം നടത്തുമ്പോൾ ദൈവത്തിന്റെ വഴിയാ നടക്കണം. ദൈവം എല്ലാവരെയും നടത്തും. ദൈവം സകലജനത്തിന്റെ ദൈവമാണ്. പക്ഷേ ദൈവം നമുക്ക് പിതാവാണ്. നാം അവനോട് കൂടെ നടക്കണം. ദൈവം നടത്തിയതിനായിട്ടല്ല ഏറ്റവും അധികം സ്തോത്രം പറയേണ്ടത്. കർത്താവേ, അങ്ങയുടെ വഴിയിൽ നടപ്പാൻ എന്നെ പ്രാപ്തീകരിച്ചതിനായി സ്തോത്രം. വഴി മാറിയപ്പോൾ എനിക്ക് ശാസന തന്ന് എന്നെ ഓർമ്മപ്പെടുത്തി, ഇതാണ് വഴി, ഇതിലേ നടക്കുക എന്ന് പറഞ്ഞതിനായി സ്തോത്രം. അടുത്ത് ഇപ്പോഴോ മിസ്രയീമിലേക്കുള്ള യാത്ര എന്തിന്? ശീഹോരിലെ വെള്ളം കുടിപ്പാനോ? അശ്ശൂരിലേക്കുള്ള യാത്ര എന്തിന്? ആ നദിയിലെ വെള്ളം കുടിപ്പാനോ? നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും. നിന്റെ വിശ്വാസ ത്യാഗം തന്നെ നിനക്ക് ദണ്ഡനവുമാകും. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും എന്റെ ഭയം നിനക്ക് ഇല്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പും ആയുള്ളതെന്ന് അറിഞ്ഞ് കണ്ടുകൊള്ളുക എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ വിചാരിക്കുന്നത്, ഇത് ഫേസ്ബുക്കിൽ ഞാനിത് ഇട്ടു. എല്ലാ സഭകളും ഇത്രയും ഭാഗങ്ങൾ വായിച്ചിരിക്കണം. ജീവജലത്തിന്റെ ഉറവയെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ കുഴിക്കുമ്പോൾ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടും. ബാലസിംഹങ്ങൾ വന്ന് കടിച്ചു കീറും. മറ്റുള്ള മുമ്പിൽ നിന്ദിക്കപ്പെടും. മറ്റുള്ള മുമ്പിൽ നമ്മൾ പരിഹാസപാത്രമായി മാറും. വളരെ ഗൗരവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവജലത്തിന്റെ ഉറവയായ കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം അനുദിനം ആത്മദാഹം തീർക്കാനായി ആ വെള്ളം കുടിക്കാറുണ്ടോ? അതോ പൊട്ടക്കിണറുകളിൽ ആശ്രയിച്ച് വെള്ളമില്ലാതെ വേറെ പലയിടത്തേക്കും പോകുന്നുവോ? വേറെ വെള്ളം കുടിക്കാനായി പോകുന്നുവോ? അവിടെ ആത്മീയമുണ്ട്, ഇവിടെ ആത്മീയമുണ്ടെന്ന് പറഞ്ഞ് സത്യത്തെ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ ഭയാനകമാണ്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ താഴോട്ട് യെരമ്യാവ് 6:16 മുതൽ നമ്മൾ അതല്ലേ വായിച്ചത്? യോഹന്നാൻ 6:16 മുതൽ, യെരമ്യാവ് 6:16 മുതൽ.
നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അത് നടപ്പിൽ. പഴയ ആൾക്കാരത്ത് ചോദിക്കണം. ഇന്ന് പ്രായമുള്ളവർക്ക് ഒരു വിലയില്ല. വിശ്വാസ വീരന്മാരായി, പ്രാർത്ഥനാ വീരന്മാരായി, ദൈവജനത്തിന്റെ നടുവിൽ ശോഭിച്ച പലരും, ചുരുക്കം ചിലരെങ്കിലുമൊക്കെ ഉണ്ട്. അവരോട് ചെന്ന് ചോദിക്കണം പഴയ പാത, നല്ല വഴി ഏതെന്ന്. ഒന്നുകൂടെ വായിക്കാം. യഹോവ ഇപ്രകാരം ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന്. നല്ല വഴികളല്ല, നല്ല വഴി. ഒരുപാട് വഴികളുണ്ട്, പക്ഷെ ഇതിലേതാണ് നല്ല വഴിയെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൽ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ഇപ്പൊ മനസ്സിന് ഒരു സമാധാനവും ഇല്ല, ഒരു സ്വസ്ഥതയും ഇല്ല. പക്ഷെ സമാധാനവും സ്വസ്ഥതയും കിട്ടണോ നല്ല വഴിയിലേക്ക് വരണം. അടുത്ത് പക്ഷെ ജനത്തിന്റെ മനോഹം എന്താണ്? ഞങ്ങൾക്ക് ഈ വഴിയാണ് സന്തോഷം, എങ്ങനെയും ജീവിക്കാം, ഞങ്ങളതിൽ നടക്കയില്ല. ഞാൻ നിങ്ങളെ കാവൽക്കാരാക്കി കാഹളനാദം ശ്രദ്ധിപ്പിൻ എന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കയില്ല. അതുകൊണ്ട് ജാതികളെ കേൾപ്പിൻ. സഭയെ അവരുടെ ഇടയിൽ നടക്കുന്നത് അറിഞ്ഞുകൊള്ളുക. ഭൂമിയോ കേൾക്ക, ഈ ജനം എന്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ. ഈ ഭൂമിയെ കേൾക്കാൽ എന്റെ ജനം ഈ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എന്റെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. അവരുടെ ചിന്തകൾക്ക് അനുസൃതമായി അനർത്ഥങ്ങളെ വരുത്തും. ശെബയിൽ നിന്ന് 19 ആയോ? ഇനി 26. എന്റെ ജനത്തിന്റെ പുത്രി ഇരട്ടുടുത്ത വെണ്ണീറിൽ ഉരുളുക. ഏകജാതനെ കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും കഴിച്ചുകൊള്ളുക. ഒരു മോനുണ്ടായിരുന്നത് മരിച്ചുപോയാൽ എങ്ങനെ നിലവിളിക്കുമോ, എങ്ങനെ കരയുമോ അതുപോലെ കരയണമെന്നാണ്. സംസാരകൻ പെട്ടെന്ന് നമ്മുടെ നേരെ വരും. നീ എന്റെ ജനത്തിന്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റി നോക്കുന്നവനും ആക്കി വെച്ചിരിക്കുന്നു. അവരെല്ലാവരും മഹാമത്സരികൾ, നുണ പറഞ്ഞ് നടക്കുന്നവർ, ചെമ്പും ഇരുമ്പും അത്രേ. ചെമ്പും ഇരുമ്പുമാണ്. ചെമ്പിന് നല്ല വിലയുണ്ട് അല്ലേ? ചെമ്പും ഇരുമ്പുമാണ് മനുഷ്യന്റെ സ്വഭാവം. ചെമ്പും ഇരുമ്പും. അവരെല്ലാവരും വഷളത്വം പ്രവർത്തിക്കുന്നു. 26 മാത്രം മതി. അപ്പോ നോക്കണം, ദൈവം തന്റെ ആത്മാവിനാൽ പ്രവാചകന്മാരിലൂടെ തന്റെ ജനത്തെ ഒന്ന് ശരിയാക്കി എടുക്കുവാൻ എങ്ങനെയൊക്കെയാണ് ദൈവം സംസാരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രവചിക്കുന്നതാണ്. അല്ലാതെ അവിടത്തത് സ്വാധീനിച്ചു ഇവിടത്തത് സ്വാധീനിച്ചു എന്ന് ന്യായപ്രമാണജ്ഞന്മാർ, വേദശാസ്ത്രന്മാർ പറയുന്ന പോലെയല്ല ഈ കാര്യം. ദൈവത്തിന്റെ ആത്മാവിനാൽ ഇടപെടുന്നതാണ്. ഇവർ വിചാരിക്കുന്ന എന്താണ്? 7-ാം അധ്യായം 1 മുതൽ യിരെമ്യാവിനോട് പറഞ്ഞു, ചെന്ന് ദേവാലയത്തിന്റെ വെളിയിൽ നിൽക്കണം, കാരണം എന്നെ ദേവാലയത്തിനകത്ത് കയറ്റൂല. എന്നെ കയറ്റാത്തതുപോലെ യിരെമ്യാവിനെയും കയറ്റില്ല. മനസ്സിലായി? ഇദ്ദേഹത്തെ എന്റെ പ്രസംഗം ശരിയാവില്ല, ഇങ്ങനെ വന്നാൽ ശരിയാവില്ല. ഇങ്ങനെ വചനം മാത്രമേ പ്രസംഗിക്കൂ, കഥയൊന്നും പറയില്ല. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഞായറാഴ്ച രാവിലെ ആരാധന വിടുന്ന സമയത്ത് ഓരോ പള്ളിയുടെയും ഗേറ്റിൽ ചെന്ന് നീക്കണം. വായിക്കാം. 7-ാം അധ്യായം 1 മുതൽ. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിൽ കൂടി കടക്കുന്നവരായ എല്ലാ യഹൂദന്മാരുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ എന്നീ വചനം വിളിച്ചു പറയണം. കാരണം അന്ന് സൗണ്ട് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് വിളിച്ചു പറയണം. ആരാധന കഴിഞ്ഞ് വരുമ്പോ വിളിച്ചു പറയണം. എന്താണ്? ദൈവമായ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കും. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രവൃത്തി, കയ്യിലിരിപ്പ് നന്നാക്കുവിൻ. എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് നിങ്ങളെ വസിക്കുമാറാക്കും. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകൾ ആശ്രയിക്കരുത്. ഇന്നത്തെ ഭാഷ പറഞ്ഞ പള്ളി 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 എന്ന വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. പള്ളിയിലല്ല രക്ഷ,
രക്ഷിതാവിന് രക്ഷ, രക്ഷിക്കപ്പെട്ടവർ കൂടി വന്ന് ദൈവവചനം കേൾക്കാനൊക്കെയാണ് നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ ദൈവം തന്നത്. പക്ഷെ അതൊക്കെ ഇന്ന് ധനാഗമന മാർഗമായി, ആദായത്തിൻ്റെ മാർഗമായി, അധികാരത്തിൻ്റെ ആയി മാറ്റിയപ്പോൾ ദൈവം പറയുകയാണ്, വ്യാജവാക്കുകൾ ആശ്രയിക്കരുത്. അടുത്ത് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ, നിങ്ങൾ തമ്മിൽ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ, പരദേശിയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിഹ്നിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചെന്നു ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നും എന്നേക്ക് വസിക്കുമാറാക്കും. നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജവാക്കുകളെ ആശ്രയിക്കുന്നു. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോട് ചെന്ന് ചേരുകയും ചെയ്യുന്നു. പിന്നെ വന്ന് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ വന്ന് സന്നിധി നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്, രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നുന്ന രക്ഷയ്ക്കായി സ്തോത്രം, കഴിഞ്ഞൊരാഴ്ചവട്ടക്കാലം ഞങ്ങൾ നടത്തിയതിന് സ്തോത്രം എന്ന് പറയുന്നത് ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ. ദൈവം കുരുടനല്ല കേട്ടോ, ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു കേട്ടോ. ദൈവം പറയാണ് എനിക്കും തോന്നണം ഇത് കള്ളന്മാരുടെ ഗുഹ തന്നെ. ദൈവം പറയുക ഇതൊക്കെ പള്ളിയിൽ വായിച്ചു കേൾപ്പിക്കുക ആരെങ്കിലും, എങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അടുത്ത് എന്നാൽ ആദിയിൽ എന്റെ നാമം വിളിച്ചിരുന്ന ശീലോവിലുള്ള എന്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കി പഠിക്കണം. ഇപ്പൊ ഇസ്രായേൽ ജനത ഇത് ഈ കാലത്തല്ല, ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ അവസ്ഥ ദൈവജനപ്രകാരം നോക്കി പഠിക്കണം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞു. 2000 വർഷമായിട്ടും ഇസ്രായേലിന്റെ സമാധാനം ഇല്ല. അപ്പോ ഇത് ദൈവജനത്തോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവം മനുഷ്യനായി വന്ന് ഇസ്രായേൽ ജനതയോട് പറഞ്ഞു, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകുകൾ അണയ്ക്കുന്ന പോലെ എത്ര വട്ടം ചേർപ്പാൻ എനിക്ക് മനസ്സായിരുന്നു. നീ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞോളാണ്, ഓക്കെ, പക്ഷെ അതെല്ലാം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ടും മനസ്സായില്ല. ഒടുവിൽ കർത്താവ് കരഞ്ഞു, നിന്റെ സമാധാനത്തിനുള്ള നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, നിന്റെ കണ്ണിനിപ്പോൾ മറഞ്ഞിരിക്കുകയാണ്. ഇനി നിന്റെ ചുറ്റും നിന്റെ മക്കളെ എല്ലാം നിലത്ത് തള്ളിയിട്ട് നിന്നെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം വരുമെന്ന് പറഞ്ഞു. AD 70 അത് സംഭവിക്കുകയും ചെയ്തു. ചരിത്രമാണ്. അപ്പോൾ സുവിശേഷം മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. നല്ല വഴി ഏതെന്ന് അറിയണം. ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യൻ നശിച്ചു പോകാനല്ല. ചില വാക്യങ്ങൾ എടുത്തു വെച്ചിട്ട് ചിലരെയൊക്കെ ദൈവം നരകത്തിലേക്ക് തലയിൽ എഴുതിയിരിക്കുകയാണ്. പ്രീഡെസ്റ്റിനേഷൻ, മുൻ നിർണയം. ആ വാക്കിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ചില വേദശാസ്ത്രങ്ങളുണ്ട്. പക്ഷേ ദൈവം മനുഷ്യനായി വന്നത് സർവ്വജനത്തിനും മഹാസന്തോഷം. എല്ലാവർക്കും വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത്. സകല മനുഷ്യരും സത്യത്തിന്റെ പരിജ്ഞാനം ആഗ്രഹിക്കണം, അത് കിട്ടണം. 1 തിമോത്തിയോസ് 2:4, 2 പത്രോസ് 3:9. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 4-ാം വാക്യം. അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും, ദൈവം സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ ഇഷ്ടിക്കുന്നു. ദൈവത്തിന്റെ സത്യം എന്താണെന്ന് സകല മനുഷ്യരും അറിയണം, രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവിടെ തീർന്നില്ല, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും പിന്മാറ്റത്തിലേക്ക് പോകാം. പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ സത്യത്തിന്റെ പരിജ്ഞാനം എന്താണെന്ന് അറിയണം. എന്താണ് ദൈവത്തിന്റെ സത്യമെന്നറിയണം. 2 പത്രോസ് 3:9 ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. 2000 വർഷം കൊണ്ട് കേൾക്കുകയാണ് കർത്താവ് വീണ്ടും വരും, വീണ്ടും വരും, വീണ്ടും വരും. ഇന്നതൊരു പഴഞ്ചൊല്ലായി മാറി. എന്തുകൊണ്ടാണ് കർത്താവ് വീണ്ടും വരാത്തതെന്ന് പത്രോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ
കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അവൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നു എന്നല്ല ഇവിടുത്തെ ഗ്രാമർ. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ആരാണ് ഇവിടുത്തെ നിങ്ങൾ? സത്യമറിഞ്ഞവർ. സത്യമറിഞ്ഞവർ മറ്റുള്ളവർക്ക് സത്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എനിക്ക് ഒരു ദിവസം കൂടെ തന്നതിനായി സ്തോത്രം. എന്തിന്? ഈ സത്യം മറ്റുള്ളവർക്ക് പറയാൻ എനിക്ക് പറയാനേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊന്നും ആരെയും രക്ഷിക്കപ്പെടുത്താനൊന്നും പറ്റില്ല. യേശു പോലും പറഞ്ഞു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പൗലോസ് പറഞ്ഞു, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. പറയേണ്ട സത്യം, സുവിശേഷത്തിന്റെ സത്യം പറയേണ്ടതുപോലെ പറയണം. കാവൽക്കാരൻ കാഹളമൂതണം, നിന്നെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ഊതിക്കഴിഞ്ഞാൽ അവനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവന്റെ രക്തം അവന്റെ മേലിരിക്കും. ഊതാതിരുന്നാൽ അവന്റെ രക്തം നമ്മളോട് ചോദിക്കും. ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യദൈവത്തിന്റെ ആഗ്രഹം അതാണ് യോഹന്നാൻ സുവിശേഷം പറഞ്ഞത്. അതെ, തന്റെ ഏകജാത പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അത് കള്ളമല്ല. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ സുവിശേഷം നമ്മൾ പറയുവാൻ ബാധ്യസ്ഥരാണ്. 2 പത്രോസ്, ആ വിശ്വാസത്തിന്റെ ഉറപ്പിന് വേണ്ടി കൂടെയാണ് ഞാൻ 2-3 വാക്യം കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. 2 പത്രോസ് 1-ാം അധ്യായം 16 മുതൽ 2 പത്രോസ് 1-ാം അധ്യായം 16 മുതൽ 2-ാം അധ്യായം 3 വരെ നമ്മൾ വായിക്കുകയാണ്. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ അടിസ്ഥാനമാക്കിയല്ല. അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നത്. ഇത് ഏതെങ്കിലും ഐതിഹ്യമോ ഏതെങ്കിലും ഇതിഹാസമോ അല്ല, ഏതെങ്കിലും പുരാണമല്ല, ഇത് കഥയല്ല. അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് അത്രേ. എന്താണ് ഈ മഹിമ കണ്ട സാക്ഷി എന്ന് പറയുന്നത്? അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്, സുവിശേഷങ്ങളിൽ വായിച്ചു. മർക്കോസിലും മത്തായിലും നമ്മൾ വായിച്ചു. അത് ഉയർന്ന ഒരു മലയിൽ പോയി യേശു തന്റെ മഹത്വത്തോടെ വെളിപ്പെടുത്തി. മഹിമ കണ്ട സാക്ഷികളായിട്ട് അത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ് ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. ഞങ്ങൾ കേട്ടു, അല്ല ഞങ്ങളുടെ ഒരു തോന്നലല്ല, ഞങ്ങൾ കേട്ടു. അടുത്ത പ്രവാചക വാക്യങ്ങൾ അധികം സ്ഥിരമായിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പ്രവചനങ്ങളിൽ ഇത് വളരെ സ്ഥിരമായിട്ടുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കെന്ന് പറഞ്ഞാൽ എമർജൻസി ലാമ്പല്ല, ഒരു മെഴുതിരി വിളക്ക് പോലെ, മണ്ണെണ്ണ വിളക്ക് പോലെ. കാരണം കാറ്റടിക്കുമ്പോൾ അണഞ്ഞു പോയാൽ പിന്നെ കത്തിക്കാൻ വേറെ തിരിയില്ല. അതാണ് ഇന്ന്. പിന്നെ വിളക്കെന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാം ഇൻവേർട്ടറും കൂടെ വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ കറണ്ട് പോണതും കൂടെ നമ്മൾ അറിയില്ല. ഇത് ആ വിളക്കല്ല, എണ്ണയിൽ പ്രകാശിക്കുന്ന വിളക്ക്. അതുപോലെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ തിരുവെഴുത്തിലെ പ്രവചനങ്ങളെ കരുതിക്കൊള്ളണം. അടുത്ത് തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ആദ്യം ഇത് യെശയ്യാവ് പറഞ്ഞത് അല്ല, ഇത് എഹെസ്കേൽ പറഞ്ഞതല്ല, ഇത് യെരമ്യാവ് പറഞ്ഞതല്ല, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞെന്ന് ആദ്യം അറിയണം. ഇവിടെയാണ് കുഴപ്പം വന്നുപോയത്. ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ ദൈവശാസ്ത്രന്മാർക്ക് വന്നുപോയ കുഴപ്പം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കണം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലേക്ക് അങ്ങ് സാത്താൻ വേറെ ലെവലിലൊക്കെ കൊണ്ടുപോയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നില്ല. അതാണ് യേശു കർത്താവ് പറഞ്ഞത് മത്തായി 22:29, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായിക്കൊണ്ട് തെറ്റിപ്പോകുന്നു.
തിരുവെഴുത്തുകൾ അന്നത്തെ മത നേതാക്കന്മാരുടെ കയ്യിലുണ്ട്, മഹാവീരന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിലെല്ലാം ഉണ്ട്. അവരെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ വായിച്ചത്. പരീശന്മാർ, ശാസ്ത്രിമാർ, ന്യായപ്രമാണജ്ഞന്മാർ, ദൈവശാസ്ത്രജ്ഞന്മാർ. പക്ഷെ അവർക്കില്ലാതെ പോയത് പരിശുദ്ധാത്മാവിലുള്ള വെളിപ്പാടാണ്. ഇനി വായിക്കാം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അതെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടന്മാർ ഉണ്ടാകും. അവരെങ്ങനെ തിരിച്ചറിയാം? നാശകരമായ മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന മതഭേദങ്ങളെ നുഴയിച്ചു കൊണ്ടുവന്ന് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുന്നു. ഇവിടെ വിലയ്ക്ക് വാങ്ങിയ നാഥനാണ് യേശു കർത്താവ്. സാത്താന്റെ അധികാരത്തിൽ കിടന്ന നമ്മെ, പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മെ ജീവനെ കൊടുത്തു. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവനെ കൊടുത്തു, നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇത് വേറെ ഒരിടത്തും ഇല്ല, ഒരു മതത്തിലും ഇല്ല. അപ്പോ വീണ്ടെടുപ്പിന്റെ വില അറിഞ്ഞ ഒരു ദൈവ പൈതലാണ് രക്ഷിക്കപ്പെട്ട ദൈവം. അത് ഇങ്ങനെ ഒരു പാട്ടുണ്ട്: വീണ്ടെടുപ്പിൻ വില തന്ന ദൈവം ഓടിയെത്തും നായം സിംഹത്തിൻ കടലിൻ മീതെ സർപ്പങ്ങളെ മേരിച്ചിടുമേ. അതെല്ലാം ആത്മീയ അർത്ഥങ്ങളാണ്. അപ്പോ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ, ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക. അപ്പൊ വീണ്ടെടുക്കപ്പെട്ടൻ, വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. പക്ഷെ ഇന്നെന്ത് പറ്റി? ചില കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടാക്കന്മാർ തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുന്നു, മതഭേദങ്ങളെ നൊഴിച്ചു കൊണ്ടുവരുന്നു, തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നു. അടുത്തു പറയുന്നു, അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അങ്ങേർക്ക് ഇങ്ങനെ ജീവിക്കാമെങ്കിൽ എനിക്കും അങ്ങനെ ജീവിക്കാം, അങ്ങേർക്ക് അങ്ങനെ ജീവിക്കാമെങ്കിൽ എനിക്കും ജീവിക്കാമല്ലോ. അവർ നിമിത്തം സത്യമാർഗം ദൂഷിക്കപ്പെടും. പെടുന്നില്ല. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ ഉപഭോഗ വസ്തുവാക്കും, വാണിഭമാക്കും, കച്ചവടം. പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. നേരത്തെ എഴുതിയിട്ടുണ്ട് അതിന്റെ ന്യായവിധി. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. ഭേദസിക്ക് സംഭവിച്ചത്, ന്യായമാന്റെ കുഷ്ഠരോഗം മാറിയപ്പോൾ ന്യായമാൻ ഒരു പൈസയും വാങ്ങിച്ചില്ല. ഭേദസി നോക്കിയപ്പോ നീർ കോള എന്തോന്ന് മനുഷ്യൻ ഇല്ലേ. പെട്ടെന്ന് പുറവശത്തോടെ ഓടിപ്പോയി. ഞങ്ങളുടെ യജമാന്റെ അടുക്കൽ 2 ഗസ്റ്റ് വന്നിരിക്കുകയാണ്, അവർക്ക് ഒന്നും കൊടുക്കാൻ ഒന്നും ഇല്ലായിരുന്നു, വേണമെന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കൊണ്ട് കൊടുത്തു. ചോദിച്ചതിനേക്കാൾ ഒരുപാട് കൊടുത്തു. അതെല്ലാം കൊണ്ട് ഭേദസി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇവിടെ വന്ന് ഞാനൊന്നും പറഞ്ഞില്ല, പ്രൈസലോ എന്നിങ്ങനെ പറഞ്ഞ് ആത്മാ നിറവിലിരിക്കുകയാണ്. അതാണ് എലീശ ചോദിക്കുന്നത്, എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുഷ്ഠരോഗം, ന്യായമാന്റെ കുഷ്ഠരോഗം നിനക്ക് പിടിച്ചിരിക്കുന്നു ഇല്ലേ? അവൻ കുഷ്ഠരോഗിയായി എലീശയെ വിട്ട് പോകേണ്ടി വന്നു. അവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുന്തിരിത്തോട്ടം, എസ്റ്റേറ്റ് അയച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഭാഗം. 2 രാജാക്കന്മാർ, അവിടെ ഒരു ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. എടുത്തപ്പോഴും അത് തന്നെയല്ലോ, അപ്പൊ അത് വായിക്കുമായിരുന്നിരിക്കണം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം. ആ സംഭവം മുഴുവൻ വായിക്കാൻ സമയം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് 25 മുതൽ വായിക്കുന്നു. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനന്റെ മുമ്പിൽ നിന്നു. എന്നാൽ എലീശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചതിന്, അടിയനെങ്ങും പോയില്ല എന്നവൻ പറഞ്ഞു. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ ഇറങ്ങി നിന്നോട് എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോട് കൂടെ പോരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാവുന്നുവോ സമയം? ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് അവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവന് വിട്ട് പോയി.
യുവമക്കളെ, നമ്മുടെ സമയം അറിയണം. കാലം ഇനി ഏറെയില്ല. വലിയൊരു കൊറോണയെക്കാളും വലിയൊരു പ്ലാഗ് പകർച്ചവ്യാധി വരാൻ പോകുന്നു എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത്. പഴയതുപോലെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരാൻ പോവുകയാണ്. 36 മാസങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ അടുത്തൊരു വിപത്ത് കാത്തിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ്, അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം, ഇതെല്ലാം കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ നല്ല വേർപെടുത്തുവാൻ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മ നിറവിൽ ഈ ദിവസങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ നമ്മൾ പ്രാപ്തരാകുക. മതങ്ങളോടിത് നമ്മൾ കൂട്ടിച്ചേർക്കരുത്. നമ്മൾ സുവിശേഷം കർത്താവാണ് നമ്മൾ മനസ്സിലാക്കി. എന്താണ് സുവിശേഷം? ഞാൻ ചിലർ ചോദിക്കാറുണ്ട്. പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് അറിയാമെങ്കിൽ അത് പറയാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ വചനം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 മുതൽ. കാരണം സുവിശേഷ വിരോധിയായിരുന്നവൻ, തികഞ്ഞ മതപണ്ഡിതനായിരുന്നവൻ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ താൻ സുവിശേഷത്തെക്കുറിച്ച് തനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. താൻ പറയുന്ന ആ ഭാഗം ഒന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർ 15-1 മുതൽ. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുമായ അല്ല. ആ വാക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ പാപത്തിന്റെ ശിക്ഷയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, പക്ഷെ പാപത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവിടെയാണ് ഞാനൊരു അനുസരണത്തോടു കൂടിയുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യം. ഒടുവിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു. എനിക്ക് തേജസ് ലഭിക്കുമ്പോൾ, കർത്താവ് വരുമ്പോൾ എൻ്റെ രക്ഷ പൂർത്തിയായി. നമ്മൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ. എത്ര സുവിശേഷോടെ ഒന്നില്ലേ, എത്ര ആവർത്തിച്ച് പറഞ്ഞ പൗരത്തിനെന്തോ കുഴപ്പമുണ്ടല്ലേ? ഇല്ല, അത് അത്ര സീരിയസ് ആണ്. ക്രിസ്തു നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ട് ഞാൻ ഇന്നവിധം നിങ്ങൾ സുവിശേഷിച്ചിരിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നിങ്ങളുടെ യേശു എന്നല്ല അവിടെ പറയുന്നത്, ക്രിസ്തു അഭിഷിക്തൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3 നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സുവിശേഷം. ക്രിസ്തു ദൈവം മനുഷ്യനായി വന്നവൻ. യേശു ജനിച്ച ശേഷം അപ്പനും അമ്മയിട്ട പേരാണ്. ക്രിസ്തുവാണ് ഒഫീഷ്യൽ നെയിം, അനോയിന്റഡ് വൺ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു. തിരുവെഴുത്തുകളും പ്രകാരം അവൻ മരിച്ചു, തിരുവെഴുത്തും പ്രകാരം അവൻ അടക്കപ്പെട്ടു, തിരുവെഴുത്തും പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. അതാണ് എൻ്റെ സുവിശേഷം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. ആ സുവിശേഷം അനുസരിക്കേണ്ടതാണ്. 1 പത്രോസ് 4:17 പത്രോസ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നു. 1 പത്രോസ് 4:17 ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ ആ ഭക്തന്റെയും പാവിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വാക്യം, ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവനെ വിശ്വസ്തനായ കർത്താവിൽ ഭരമേൽപ്പിക്കുക. അതാണ് ഭക്തൻ പാടിയത്. ജീവനേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഇതിന്റെ ABCD വല്ലതും മനസ്സിലാക്കിയിട്ടാണോ പാടുന്നത്? പാട്ടറിയാമെന്നുള്ളതുകൊണ്ടങ്ങ് പാടിപ്പോകുന്നു. അപ്പൊ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ഉത്തരവാദിത്വം, പിതാവേ, എന്റെ മുമ്പാകെ ഇരിക്കുന്ന ജനത്തോട് പറയുവാൻ ആത്മാവിന്റെ വെളിപ്പാട് എനിക്ക് തരണമേ, ആത്മാവിന്റെ കൃപാവരങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ളത്.
നമ്മുടെ പ്രാർത്ഥനകളായിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ജയിക്കുമേ സുവിശേഷ ലോകം, ജയിക്കുമേ പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങും, തല കുനിക്കുമേ അത് ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം ലോകം, ജയിക്കുമേ ക്രിയയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ അത് ബഹു സന്തോഷമേ.